ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങളുടെ ഫാമിലി വ്ളോഗിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും. ഹായ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ തന്നു. എന്നാലും വീണ്ടും ഞങ്ങളുടെ വകയും കൂടെ എല്ലാവർക്കും ഓണാശംസകൾ പറയടാ. ഹാപ്പി ഓണം. സോറി ഗൈസ്, അവൻ തിന്നുന്നതിന്റെ തിരക്കിലായി പോയി. അപ്പൊ ഞങ്ങൾ എണീക്കാൻ കുറെ താമസിച്ച്. അമ്മച്ചി രാവിലെ എണീറ്റ് തരാം. അമ്മ രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഓണത്തിന് വ്ളോഗ് ഇടുമെന്ന് എല്ലാവരോടും പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ രാവിലെ ഏത്തപ്പഴം മുഴുങ്ങിയിട്ടാണുള്ളത്. അപ്പൊ ഞങ്ങൾ എന്നാ ഒന്ന് കഴിച്ചിട്ടൊക്കെ വരാം. അതായത് ഞങ്ങൾ ഇന്നിവിടെ ഇപ്പൊ കൂടുന്നില്ല ഓണം. ഞങ്ങൾ നേരെ കുഞ്ഞമ്മയുടെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകും. ഇന്നത്തെ ഉള്ള വിശേഷങ്ങൾ വഴി അറിയിക്കാം കേട്ടോ. ബൈ. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്നൊരു വിസിറ്റർ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളെ കാണാൻ വന്നു. പുള്ളിക്ക് ഭയങ്കര നാണമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പക്ഷെ പറഞ്ഞായിരുന്നു ഞാൻ ഇടുമെന്ന്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇട്ടത്. പിന്നെ ഇവർ രണ്ടും പിന്നെ കുറച്ചു നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പോവുകയാണ് കേട്ടോ. ചേട്ടനല്ല, റോബിൻ എന്നാട്ടോ പേര്. അപ്പോൾ റോബിന് അത് കഴിഞ്ഞിട്ട് പെങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തോ പോകാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനൊക്കെ നിർബന്ധിച്ചതാണ്. പക്ഷെ ചോറൊന്നും കഴിച്ചില്ല. പിന്നെ ചായയും പിന്നെ ഓണം ആയതുകൊണ്ട് കുറച്ച് ഉപ്പേരിയൊക്കെ കൊടുത്ത് ഞങ്ങൾ വിട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ഇച്ചാൻ്റെ കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു. നമുക്കിങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അത്യാവശ്യമായിട്ട് പോവേണ്ടത് കൊണ്ടാണ് പെട്ടെന്ന് പോയത്. ഇച്ചാൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ. ഇച്ചാൻ അപ്പോഴത്തേനും വലിയ ആളായെന്നൊക്കെയായിരുന്നു വിചാരം. ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഇന്ന് വന്നത്. അല്ലെങ്കിൽ നാളെ ഇച്ചാൻ 2 ദിവസം കഴിയുമ്പോഴത്തേനും അങ്ങ് തിരിച്ചു പോകും. അപ്പൊ ഇച്ചാനെ കാണാനും ഇച്ചാന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനാണെന്നാ പറഞ്ഞത്. പെട്ടെന്ന് വന്നത് ഇന്ന് തന്നെ. ഹായ്. ഞങ്ങൾ കുഞ്ഞമ്മയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അപ്പോഴത്തേനും നമ്മളെ കാണാൻ വേണ്ടി ആര് വന്നു വെച്ചാൽ നമ്മുടെ റോബിൻ ബ്രോ വന്നിട്ടുണ്ടായിരുന്നു, അളിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അളിയനായിട്ട് സംസാരിച്ചു. അടിപൊളി സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ചിപ്സും ചക്രവരട്ടിയും എല്ലാ അളിയും കൊണ്ട് തന്നു. ചേച്ചിയോട് അത് അടിച്ചും കിട്ടി തീറ്റയായിരുന്നു ഇത്രയോ. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടുന്ന് കഴിച്ചിട്ട് വേണം നമ്മുടെ എവിടെ പോണം? കുഞ്ഞമ്മൻ. അതെ. അപ്പൊ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആദ്യം അവിടുന്ന് കഴിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം വിശന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇവിടുന്ന് കഴിക്കാൻ പോവാം. അമ്മയെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ അമ്മ കാണിക്കാത്തത്. ഇപ്പൊ ഞങ്ങൾ 4 പേരേ ഉള്ളൂ ഞങ്ങളുടെ ഓണസദ്യ കഴിക്കാൻ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാരും കഴിക്കട്ടോ. ഞങ്ങള് കഴിച്ചിട്ട് വരാം. ഞങ്ങളിപ്പോ കാണിച്ചു. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ കുഞ്ഞമ്മേന്റെ വീട്ടിലോട്ട് വന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. ഓക്കെ, ഇതിനകത്തോട്ട് പിടിക്കുന്നത് കറി കാണത്തില്ല. കുഞ്ഞമ്മയുടെ നല്ല ഗ്രാൻഡ് കറികളൊക്കെയാണ്. അടിപൊളി കറികൾ, അടിപൊളി സെറ്റ് പോലെ ഉണ്ടോ? എല്ലാം കേട്ടു. ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇതാണ് ചിറ്റപ്പൻ. ഇതാണ് ചിറ്റപ്പൻ. ഇതാണ് അനിയത്തി. ഇത് അനിയൻ. ബാംഗ്ലൂരിലെ അനിയനാണ്. അളിയൻ ബാംഗ്ലൂരിലെ അളിയനാണ്. ഇത് എന്റെ കുട്ടികള് ഒട്ടിക്കത്തെ തീറ്റ ഉണ്ടോ? ഇത് 2ാമത്തെ സ്ഥലത്തൊന്നും. ഇതാണ് ഗായ്സ് നമ്മുടെ കുഞ്ഞമ്മ. എന്തൊക്കെ സെറ്റപ്പ് ചെയ്തുണ്ടോ കേട്ടോ. ഫുൾ സെറ്റപ്പ് ആയിരുന്നു. പരിപ്പ് പായസം എല്ലാ എത്ര കൂട്ടം ഇല മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. നടക്കുമ്പോൾ ആടിനെ തേടി ഞാൻ നടക്കുമ്പോൾ കാട്ടിലെ കാട്ടാളൻ എന്നോടൊരു ചോദ്യം ചൊല്ലി കാട്ടിലെ
ആട്ടത്തിൽ ചുട്ടി വള കൊമ്പനാട് വട്ടത്തിൽ ചുട്ടി വള കൊമ്പനാട് വട്ടത്തിൽ ചുട്ടി കൊമ്പനാട് ആടുകൾ നാടുകൾ നാടുകൾ